യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങളുടെ ഇടയിൽ വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. അന്ന് സംഭവിച്ചതായ തെറ്റെന്തെന്നറിയാമോ? ആഖാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വെക്കേണ്ടിയിരുന്നതായ, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ വെക്കേണ്ടിയിരുന്നതായ പൊൻകട്ടിയെ എടുത്ത് മറച്ചുവെച്ചു. അത് കണ്ടതായ ദൈവം കോപിച്ചിട്ട് ഇസ്രായേൽ ജനത്തിന് യുദ്ധത്തിൽ പരാജയം അനുവദിച്ചു. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിൻ്റെ മന്ദിരത്തിനെ സംബന്ധിച്ചുള്ളവ, ദൈവത്തിൻ്റെ ആലയത്തിൽ വരേണ്ടിയിരിക്കുന്നതിനെ ഒളിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ, നാം അത് കവർന്നെടുക്കുകയാണെങ്കിൽ, നാം അത് ചിലവഴിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹം ആകില്ല. പ്രിയമുള്ളവരെ, കേൾക്കുക. പൊന്നും വെള്ളിയും ചെമ്പ്, ഇരുമ്പ് പാത്രങ്ങളുമൊക്കെ അന്ന് മന്ദിരത്തിൽ കൊടുക്കേണ്ടിയിരുന്നു. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നതിനെ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ ദശാംശം എന്നത് ദൈവത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നതാണ്. അത് നമ്മുടെ കയ്യിൽ വയ്ക്കുവാനായിട്ട് പാടില്ല. അത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതാകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തിൽ സമർപ്പിക്കേണ്ടതായ ദശാംശവും അതുപോലെ സ്തോത്രകാഴ്ചയും നമ്മുടെ കയ്യിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ, നാം അത് ചിലവഴിക്കുകയാണെങ്കിൽ, നമുക്കത് ശാപത്തെ വരുത്തിവെക്കും. അത് നമുക്ക് നഷ്ടത്തെ വരുത്തിവെക്കുന്നു. അന്ന് ആഖാൻ ചെയ്തതായ ഘോരമായ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് സമർപ്പിക്കേണ്ടിയിരുന്നവയെ, ദൈവത്തിന് പ്രതിഷ്ഠിക്കേണ്ടിയിരുന്നവയെ താൻ മറച്ചുവെക്കുവാനിടയായി. ഫലമായി തോൽവിയുണ്ടായി. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നിന്റെ ജീവിതത്തിൽ വന്ന പരാജയത്തിൻ്റെ കാരണം, ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചതായ അനേകം നഷ്ടങ്ങൾക്കുള്ള കാരണം, ദൈവത്തിന് പ്രതിഷ്ഠിക്കേണ്ടിയിരുന്നതിനെ നീ എടുത്തതുകൊണ്ടായിരിക്കാം, കവർന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണോ നിന്റെ ജീവിതത്തിൽ പരാജയം വന്നത്? ഒരു നിമിഷം നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. നിന്നോട് തന്നെ ചോദിക്കുക. സഭയെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്, ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതിനെ നമ്മൾ കവർന്നെടുക്കുവാനോ നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കുവാനോ പാടില്ല. അത് തെറ്റാണ്. ഈ ദൈവവചനം നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു നിമിഷം കരമുയർത്താമോ? വിശ്വസിക്കുന്നവർ കരമുയർത്തു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സഹോദരങ്ങളെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അന്ന് ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നതിനെ ആഖാൻ കവർന്നെടുത്ത് മറവ് ചെയ്തപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ ജനത്തിന് പരാജയം സംഭവിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടെ സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി, മേലങ്കി, പൊൻകട്ടി, അവന്റെ പുത്രന്മാർ, പുത്രിമാർ, അവന്റെ കാള, ആട്, കൂടാരം, ഇങ്ങനെ അവനുള്ള സകലവുമായി ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്നു നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു, അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തിൻ്റെ പരാജയത്തിനും അതുപോലെ അനേകരുടെ മരണത്തിനും കാരണമായി തീർന്ന ആഖാനെയും ആഖാന്റെ കുടുംബത്തെയും കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായി, അവരെ നശിപ്പിക്കുവാനിടയായി. അങ്ങനെ ആഖാൻ താൻ ചെയ്തതായ പാപം നിമിത്തം തൻ്റെ കുടുംബത്തിന് വലിയ നഷ്ടത്തെ കൊണ്ടുവന്നു. തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും നഷ്ടമായി. ഒരു ദിവസം തന്നെ എല്ലാവരും കൊല്ലപ്പെട്ടു. കാരണമറിയാമോ? ദൈവത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനെ ആഖാൻ തട്ടിയെടുത്തു. സഭയെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനെ, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനെ, സമർപ്പിച്ചിരിക്കുന്നതിനെ ദയവ് ചെയ്ത് മറച്ചുവെക്കരുത്. അങ്ങനെ മറച്ചുവെച്ചുകൊണ്ട് ആഖാൻ തൻ്റെ കുടുംബത്തിൻ്റെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ നാശത്തിന് കാരണക്കാരനായി മാറാനിടയായി. നിങ്ങളെ സ്നേഹിക്കുന്ന ആത്മീയ പിതാവെന്ന നിലയിൽ പറയുകയാണ്, ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നതിനെ മറച്ചുവെക്കരുത്. ദൈവത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനെ ദയവ് ചെയ്ത് മറച്ചുവെക്കരുത്. നിങ്ങളുടെ സ്തോത്രാർപ്പണങ്ങളാകട്ടെ
ദൈവനാമത്തിൽ കൊടുക്കുന്ന ദശാംശം ആയിക്കൊള്ളട്ടെ. അത് നമുക്ക് വേണ്ടിയുള്ളതല്ല, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ദൈവനാമത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാമോ? ദൈവത്തിന് കൊടുക്കേണ്ടതിനെ, ദൈവത്തിന് സമർപ്പിക്കേണ്ടതിനെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ടതിനെ ഞാൻ ഒരു നാളും മറച്ചുവെക്കില്ല. അത് പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ദൈവത്തിനായി സമർപ്പിക്കും എന്ന് പറയുന്ന ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ മുൻപിൽ പറയാമോ? കർത്താവേ, ഇന്നു മുതൽ നിനക്ക് സമർപ്പിക്കേണ്ടതിനെ, നിനക്കായി പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനെ ഞങ്ങൾ ഉപയോഗിക്കില്ല, ഞങ്ങൾ മറച്ചുവെക്കുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ കരങ്ങൾ ഉയർത്താമോ? യേസ്, ദൈവത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. എന്താണ് സംഭവിച്ചത്? ആഖാനും ആഖാന്റെ കുടുംബവും ശിക്ഷിക്കപ്പെടുവാനിടയായി. പ്രായശ്ചിത്തം നടന്നിരിക്കുന്നു. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തം, ഒന്ന് നമ്മൾ ശിക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ക്ഷമ ലഭിക്കുക. മുൻകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തതായ പാപങ്ങൾക്കനുസരിച്ച് ഒന്നുകിൽ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടണം. നെബൂഖദ്നേസർ ചെയ്തതായ പാപത്തിൻ്റെ ഫലമായി ഒന്നുകിൽ അവൻ പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ അവന് ക്ഷമ കിട്ടണം. നെബൂഖദ്നേസർ അനുദപിക്കാത്തതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടു. അതുപോലെ ബെൽശസ്സർ താൻ ചെയ്തതായ പാപത്തിന് പകരമായി അനുദപിക്കാത്തതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തതായ പാപങ്ങൾക്കനുസരിച്ച് കർത്താവിൻ്റെ മുൻപിൽ എന്താണ് ചെയ്തത്? നമ്മൾ അനുദപിച്ചു, തെറ്റുകൾ ഏറ്റുപറഞ്ഞു. ദൈവം എന്താണ് ചെയ്തത്? ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചു, ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചു, ക്ഷമിക്കപ്പെട്ടു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തതായ എല്ലാ പാപങ്ങൾക്കും പകരമായി പ്രായശ്ചിത്തം നടന്നിരിക്കുന്നു. നമ്മൾ ക്ഷമ നേടിയെടുത്തുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് ചുവടുവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ നിരാശപ്പെടുകയും ഭ്രമിക്കുകയും ചെയ്യരുത്. 8-ാം അധ്യായത്തിലേക്ക് കടന്നുവരുമ്പോൾ ദൈവം എന്താണ് സംസാരിക്കുന്നത്? യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം. അനന്തരം യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എപ്പോഴാണ്? പ്രായശ്ചിത്തം നടന്നതിന് ശേഷം, ശിക്ഷ പെട്ടെന്ന് കടന്നു വന്നതിന് ശേഷം. ആഖാനും ആഖാന്റെ കുടുംബവും നാശമായിപ്പോയി. പ്രായശ്ചിത്തം നടന്നിരിക്കുന്നു. ദൈവമെന്ന് പറയുകയാണ്, യോശുവയോട് പ്രകാരം പറയുകയാണ്, ഭയപ്പെടേണ്ട, വിഷാദിക്കരുത്. അതായത് നീ നിരാശപ്പെടുകയും ആകുലപ്പെടുകയും ചെയ്യരുത്. പടജനത്തെയുമൊക്കെ കൂട്ടി പുറപ്പെട്ടുകൊണ്ട് ഹായിലേക്ക് ചെല്ലുക. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയാമോ? കഴിഞ്ഞകാലത്തെ മറക്കാം, കഴിഞ്ഞുപോയതിനെ മറക്കാം, ലക്ഷ്യത്തോടെ മുൻപോട്ട് പോകാം. യോശുവയോട് യഹോവ പറയുകയാണ്, എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടാതെ. എന്താണ് ദൈവമേ ചെയ്യേണ്ടത്? യോശുവ, ഭയപ്പെടേണ്ട, കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. മുൻപ് നീ പരാജയപ്പെട്ടു, മുൻപ് നീ തളർന്നുപോയി, മുൻപ് നീ തോറ്റുപോയവനാണ്, മുൻപ് നീ നിരാശയ്ക്കിരയായി. എന്നാൽ പാപപരിഹാരം നടന്നല്ലോ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നേരത്തെ പരാജയപ്പെട്ടെങ്കിലും, നേരത്തെ നിരാശപ്പെട്ടെങ്കിലും, മുൻപ് നമ്മൾ വഞ്ചിക്കപ്പെട്ടെങ്കിലും, മുൻകാലത്ത് നമ്മുടെ ജീവിതത്തിൽ അരുതാത്തതായ പലതും സംഭവിച്ചു എങ്കിലും ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പാപപരിഹാരം, പ്രായശ്ചിത്തം നടന്നിരിക്കുന്നു. അതായത് നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു, കർത്താവിനോട് ഏറ്റുപറഞ്ഞിരിക്കുന്നു, ക്ഷമ നേടിയിരിക്കുന്നു, നമ്മുടെ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. പുതിയ സംവത്സരത്തിലേക്ക് ദൈവം നൽകിയിരിക്കുന്നതായ പുതിയ ഹൃദയവുമായി, പുതിയ വാഗ്ദത്വവുമായി പുതിയ വർഷത്തിലേക്ക് നമ്മൾ ചുവടുവെച്ചിരിക്കുന്നു. ഇനി കഴിഞ്ഞ കാലത്തെ മറക്കാം. ഇപ്പോൾ ദൈവം പറയുകയാണ്, എവിടെയാണോ നീ പരാജയപ്പെട്ടത് അവിടെ തന്നെ ഞാൻ നിനക്ക് വിജയത്തെ നൽകാൻ പോവുകയാണ്. എവിടെയാണ് നീ തകർന്നു പോയത്? എവിടെയാണ് നീ തളർന്നു പോയത്? എവിടെയാണ് നീ നിരാശപ്പെട്ട് ആകുലപ്പെട്ടു പോയത്? ആരെ കണ്ടുകൊണ്ടാണ്? അവരെ നേരിടുവാൻ എന്നെക്കൊണ്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോയത്. അവിടെ തന്നെ ഞാൻ നിനക്ക് വിജയത്തെ
നൽകാൻ പോവുകയാണ്. യോശുവായേ, ഈ സംവത്സരത്തിൽ ദൈവം നിനക്ക് വിജയത്തെ നൽകാൻ പോകുന്നു. അവൻ സമൃദ്ധി നൽകുന്നു. യോശുവായേ, പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടു. ഹായുടെ മുൻപിൽ തോറ്റുപോയോ? തോറ്റുപോയി ദൈവമേ. അതുകൊണ്ടാണോ നീ തളർന്നു പോയത്? അതേ കർത്താവേ. അവരെ കണ്ടു നീ ഭയപ്പെട്ടു പോയോ? ഭയപ്പെട്ടു പോയി ദൈവമേ. നീ ദുഃഖത്തോടെയാണോ? വളരെ ദുഃഖത്തോടെ ആയിരിക്കുന്നു. നിരാശയും ആകുലതയും നിന്നെ പിടിച്ചിരിക്കുകയാണോ? അതേ കർത്താവേ. എന്നാൽ ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു. എന്താണ് കർത്താവേ? നീ ഭയപ്പെടേണ്ട. നീ വിഷാദിക്കുകയും ചെയ്യരുത്. നീ എവിടെയാണോ പരാജയപ്പെട്ടു പോയത് അവിടേക്കു തന്നെ നീ പോകൂ. ഞാൻ നിനക്ക് വിജയത്തെ നൽകാൻ പോകുന്നു. ഈ പുതിയ വർഷത്തിൽ ദൈവം പറയുകയാണ്, മുൻപോട്ട് പോകാം. എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ തന്നെ ജയിക്കാനായി മുമ്പോട്ട് പോകാം. എവിടെയാണോ വീണുപോയത് അവിടെ തന്നെ നേരെ നിൽക്കുവാനായി മുൻപോട്ട് പോകൂ. ഞാനും നിന്നോട് കൂടെ വരുന്നുണ്ട്. ഞാൻ നിനക്ക് വിജയത്തെ നൽകുവാൻ പോകുകയാണ്. എവിടെയാണോ വീണത് അവിടെ തന്നെ എഴുന്നേൽക്കണം. എവിടെയാണോ തോറ്റുപോയത് അവിടെ തന്നെ ജയിക്കണം. എവിടെയാണോ വഞ്ചിക്കപ്പെട്ടത് അവിടെ തന്നെ വിജയം നേടിയെടുക്കണം. എഴുന്നേൽക്കൂ, മുൻപോട്ട് പോവുക. ഇതായിരുന്നു യഹോവയായ ദൈവം അന്ന് യോശുവയ്ക്ക് കൊടുത്തതായ കൽപ്പന. ഈ പുതിയ വർഷത്തിൽ എനിക്കും നിനക്കും ദൈവം നൽകുന്നതായ വളരെ ശ്രേഷ്ഠമായ കൽപ്പന എന്താണ്? ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. നിങ്ങൾ ഒരുങ്ങുക, മുൻപോട്ട് പോവുക, വിജയം നേടിയെടുക്കുക. ഇത് ദൈവം നമുക്ക് നൽകുന്നതായ അത്ഭുതകരമായ വാക്കാണ്. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. പടജനത്തെയുമൊക്കെ കൂട്ടി എവിടെയാണോ പരാജയപ്പെട്ടത്, ആരോടാണോ പരാജയപ്പെട്ടത് അവിടെ തന്നെ ജയിക്കുവാൻ, അവരുടെ മേൽ വിജയം നേടിയെടുക്കുവാൻ മുൻപോട്ട് പോകൂ. മുൻപോട്ട് തന്നെ പോകൂ. പിന്തിരിഞ്ഞു നോക്കുവാൻ പാടില്ല. പിന്തിരിഞ്ഞു നോക്കിയാൽ എന്താണ് കാണുന്നത്? തോൽവിയാണ് കാണുന്നത്. പിന്തിരിഞ്ഞു നോക്കിയാൽ എന്താണ് കാണുന്നത്? ഭയവും ഭീതിയുമാണ് കാണുന്നത്. പിന്തിരിഞ്ഞു നോക്കിയാൽ എന്താണ് കാണാൻ കഴിയുന്നത്? മരണം കാണാൻ കഴിയുന്നു. പിന്തിരിഞ്ഞു നോക്കിയാൽ എന്താണ് കാണാൻ കഴിയുന്നത്? നിരാശയും ദുഃഖവുമാണ് കാണാൻ കഴിയുന്നത്. ദൈവം പറയുന്നു, പിന്തിരിഞ്ഞു നോക്കരുത്. ഞാൻ നിനക്ക് വിജയത്തെ നൽകാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹം നിറവേറുവാൻ ഇടയാകും. ഇതാ, നിർജ്ജന പ്രദേശത്ത് ഞാൻ നിങ്ങൾക്ക് വഴിയൊരുക്കുവാൻ പോകുന്നു. മരുഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് നീരുറവുകൾ തുറക്കാൻ പോകുന്നു. യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. സഹോദരീ സഹോദര, എവിടെയാണോ തോറ്റുപോയത്? ആർ കാരണമാണോ വഞ്ചിക്കപ്പെട്ടത്? ആരിൽ ആശ്രയിച്ചതുകൊണ്ടാണ് പരാജയപ്പെട്ടത്? അതൊന്നും നിങ്ങൾ ഓർക്കേണ്ട. അവയെക്കുറിച്ച് ചിന്തിക്കേണ്ട. മുൻപുള്ളവയെ മറക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീണ്ടും വീണ്ടും അവ ഓർത്തെടുത്ത് നായ തന്റെ വിസർജ്യത്തിലേക്ക് തിരിയുന്നതുപോലെ നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ ഭാര്യ പഴയ കാര്യങ്ങളിലേക്ക് തിരിയുവാൻ പാടില്ല. ഇവിടെ പറയുന്നു, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. അവയെ ഓർക്കേണ്ട. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? സഹോദര സഹോദരി, പുതിയ കാര്യങ്ങൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ആ പുതിയ കാര്യം എന്താണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും. എന്താണ് ആ പുതിയ കാര്യം? ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് വായിക്കാം. ഞാൻ മരുഭൂമിയിൽ, അതായത് ഒരു വഴിയും കാണാത്ത ഇടത്ത്. നമ്മുടെ ഇടയിൽ പലർക്കും ഇങ്ങനൊരു ചോദ്യമുണ്ട്. എന്താണത്? ബ്രദർ, എന്തു ചെയ്യണമെന്നറിയാൻ കഴിയുന്നില്ല. എങ്ങോട്ട് പോകണമെന്നറിയുന്നില്ല. ഒരു ചുവട് മുൻപോട്ട് പോകുവാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എൻ്റെ സ്ഥിതി വളരെ മോശമാണ്. എല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്നു. സകലതും താറുമാറായിരിക്കുന്നു. ഞാൻ വലിയ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാൻ കഴിയുന്നില്ല. എവിടെയും ഒരു വഴി എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ഈ പ്രശ്നത്തിനുള്ള പരിഹാര മാർഗമെന്താണെന്ന് എനിക്ക് കാണുവാൻ കഴിയുന്നില്ല.
സകല വഴികളും അടഞ്ഞിരിക്കുന്നു, സകല മാർഗങ്ങളും അടഞ്ഞിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ഇങ്ങനെ പറയുന്നവരോട് എൻ്റെ കർത്താവ് പറയുകയാണ്, നിന്റെ മുൻപിൽ അടഞ്ഞുകിടക്കുന്ന വഴികളെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. വഴിയില്ലാത്ത ഇടത്ത്, വഴി കാണുവാൻ കഴിയാത്ത ഇടത്ത് ഞാൻ വഴികൾ തുറക്കാൻ പോവുകയാണ്. മരുഭൂമിയിൽ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വഴികൾ തുറക്കാൻ പോവുകയാണ്. ഈ പുതിയ സംവത്സരത്തിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, വിശ്വസിക്കൂ, മരുഭൂമിയിൽ അവൻ വഴിയൊരുക്കാൻ പോകുന്നു. നിർജ്ജന പ്രദേശത്ത് നദികളെ ഉണ്ടാക്കാനിടയാകുന്നു. നിർജ്ജന പ്രദേശത്ത് നദികളുണ്ടാകുമോ? നിർജ്ജന പ്രദേശത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടുകയില്ല. അങ്ങനെയുള്ളപ്പോൾ ദൈവം പറയുകയാണ്, എനിക്ക് ലഭിക്കുന്നില്ല എന്ന് നീ പറയുന്നല്ലോ. എന്നാൽ ശ്രദ്ധിക്കുക, ഏതു വിഷയമാണോ നിനക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത്, ആ വിഷയം ലഭിക്കുക മാത്രമല്ല, ദൈവം പറയുകയാണ്, നദികളെ പോലെ അത്ഭുതകരമായി സമൃദ്ധിയായത് നിനക്ക് ആവശ്യമുള്ളത് നൽകാൻ പോവുകയാണ്. എന്നാൽ കണ്ടീഷനുണ്ട്, പിറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. പണ്ടുള്ളവയെ മറക്കുക, മുൻപുള്ളവയെ ഉപേക്ഷിക്കുക, മുൻപുള്ളവയെക്കുറിച്ച് ചിന്തിക്കരുത്. മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ പാടില്ല. യോശുവയെ 7-ാം അധ്യായത്തിൽ എന്താണ് നടന്നതെന്ന് പിന്തിരിഞ്ഞു നോക്കുവാൻ പാടില്ല. പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മുറിവുകളെ ഓർമ്മ വരും, നിന്നിൽ ഭയം വന്നു മൂടും. ഭയപ്പെട്ടപ്പോൾ, നിരാശയിൽ കൂടി ആകുലതയിൽ കൂടി പോകുമ്പോൾ, എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം കടന്നുവന്ന് യോശുവയോട് സംസാരിക്കുകയാണ്, യോശുവയെ ഭയപ്പെടരുത്, ആകുലപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യരുത്. നീ ഉണരുക, ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് നീ കടന്നുപോകൂ. ഞാൻ നിനക്ക് വിജയത്തെ നൽകാൻ പോകുന്നു. എവിടെയാണോ പരാജയപ്പെട്ടത്, എവിടെയാണോ നിലനിൽക്കുവാനായി കഴിയാതിരുന്നത്, അവിടെ തന്നെ ഞാൻ നിനക്ക് വിജയത്തെ നൽകുവാൻ പോകുന്നു. അവരുടെ മുൻപിൽ നിന്നെ നിർത്തുവാൻ പോകുന്നു. അവരെ തോൽപ്പിക്കാൻ പോവുകയാണ്. നിനക്ക് വിജയത്തെ നൽകുവാൻ പോകുന്നു. യോശുവയെ ഇത് വിശ്വസിക്കൂ. സഹോദര സഹോദരി, ഇന്ന് അതേ വാക്ക് തന്നെ നിന്നോടും ദൈവം പറയുകയാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങളുണ്ട്. നിന്നെക്കുറിച്ച് ഉന്നതമായ പദ്ധതികൾ അവനുണ്ട്. ആ പദ്ധതികൾ എന്തൊക്കെയാണ്? ഒരു സഹോദരൻ വളരെ ക്രൂരമായി പ്രവർത്തിക്കുന്നവനായിരുന്നു. ഒരു ഗ്യാങ്ങിനെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു ഗുണ്ടയെപ്പോലെ പെരുമാറിയ വ്യക്തിയാണ്. അതാണ് തൻ്റെ ജീവിതമെന്ന് കരുതി ആരെയും വകവയ്ക്കുകയില്ലായിരുന്നു. അവനങ്ങനെ ജീവിക്കുന്ന വിഷയം മാതാപിതാക്കൾക്ക് അറിയുകയില്ല. പട്ടണത്തിൽ ഞങ്ങളുടെ മകൻ ഉയർന്ന ജോലി ചെയ്യുകയാണെന്നാണ് ചിന്തിച്ചിരുന്നത്. ഒരു ഗുണ്ടയായിട്ട് ജീവിക്കുകയാണെന്നുള്ള കാര്യം മാതാപിതാക്കൾക്കറിയില്ല. അങ്ങനെയുള്ളവൻ മാനസാന്തരപ്പെടുമോ? അങ്ങനെയുള്ളവൻ പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുമോ? നിങ്ങൾ തന്നെ നോക്കൂ ഈ സാക്ഷ്യത്തെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ശലോം. എൻ്റെ പേര് ജെ കോട്ടേശ്വർ റാവു. ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണ്. ഒരു ജോലി തേടി നടന്ന ഞാൻ 2006 ഹൈദരാബാദിൽ വരാനിടയായി. ഹൈദരാബാദിൽ വന്നിട്ട് ഞാനൊരു MNC കമ്പനിയിൽ ജോയിനായി. ഒരു കാലത്ത് എൻ്റെ ജീവിതം വളരെ ഭയങ്കരമായിരുന്നു. എൻ്റെ വേഷധാരണ തന്നെ വളരെ വിചിത്രമായിരുന്നു. ചീത്ത കൂട്ടുകെട്ടിൽ ഞാൻ പെട്ടിട്ട് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിച്ചിരുന്നു. അതുമാത്രമല്ല, ഞാനൊരു ഗ്യാങ്ങിനെ കൂട്ടിക്കൊണ്ട് എൻ്റെ പ്രദേശത്ത് ഞാൻ ഗുണ്ടായിസം നടത്തുമായിരുന്നു. എപ്പോഴും അടിയുണ്ടാക്കുകയും അവർ രക്ഷപ്പെട്ടു പോകുമ്പോഴും പുറകെ പോയി ഞങ്ങൾ മർദ്ദിക്കുമായിരുന്നു.
കഠിനമായി പെരുമാറിയിരുന്നു. ഞാൻ ഹൈദരാബാദിൽ ഇങ്ങനെ വഴിതെറ്റി ജീവിക്കുന്ന കാര്യം എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് പോലും ഞാൻ ഓർക്കാതെ ഞാൻ ജീവിച്ചിരുന്നു. അങ്ങനെ വളരെ ഹീനമായി ജീവിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ കുറച്ച് സിസ്റ്റർമാർ ഉച്ചയ്ക്കുള്ള ഭക്ഷണ സമയത്ത് അവർ ആഹാരം കഴിക്കാതെ ഒരു മൂലയ്ക്കിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളിന്ന് ഉപവാസത്തോട് പ്രാർത്ഥിക്കുകയാണ്, അതുപോലെ ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാണ്, ഞങ്ങൾ കാൽവരി ടെമ്പിളിൽ പോകുന്നവരാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാൽവരി ടെമ്പിളിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. നീയും കാൽവരി ടെമ്പിളിൽ വരുവാണെങ്കിൽ നിനക്ക് അത് വളരെ അനുഗ്രഹമായിരിക്കും. ഇങ്ങനെ അവർ എന്നോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് എനിക്കും ഒരു പ്രാവശ്യം ആലയത്തിലേക്ക് ഒന്ന് വരണമെന്ന് ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാൻ ആലയത്തിൽ വന്നു. കാൽവരി ടെമ്പിളിൽ വെച്ച് ദേവദാസൻ പറഞ്ഞതായ ശക്തമായ വചനം എൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അതിന് മറുവില കൊടുത്തേ മതിയാകൂ. എന്താണത്? പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയും ഒരു വശത്ത് പാപത്തിന് അടിമയായിട്ട് മാറുന്നു, മറുവശത്ത് കർത്താവിന്റെ ശത്രുവായിട്ട് തീരുകയാണ്. നാം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. പാപത്തിന്റെ ശിക്ഷ എന്താണ്? നരകം. നിത്യമായി നരകത്തിൽ തള്ളപ്പെടേണ്ടിയിരിക്കുന്നു. ആ നരകത്തിൽ വീണ് വേദന അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അവിടെ കെടാത്തതയും ചാകാത്ത പുഴുക്കളുമാണ്. അങ്ങനെയുള്ള ഭയങ്കരമായ ശിക്ഷ നിന്നെയും എന്നെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യേശു എന്താണ് ആഗ്രഹിച്ചത്? ആ ശിക്ഷ നിന്റെ മേൽ വരാൻ പാടില്ല. യേശു ക്രിസ്തു നിന്റെ ശിക്ഷ വഹിക്കുവാനായി ഈ ലോകത്തിലേക്ക് അവൻ കടന്നു വന്നു. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? ഞാനും പാപപ്രവൃത്തി ചെയ്തവനാണ്, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, മരണയോഗ്യനാണ്, നരകത്തിലേക്ക് പോകേണ്ടവനാണ്. എന്നാൽ ദൈവം ഇത്രത്തോളം എന്നെ സ്നേഹിച്ചു. എന്നാൽ എന്നെ സ്നേഹിച്ച ദൈവത്തിന് എൻ്റെ ജീവിതം തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ നീതിയോടെ കർത്താവിന് മുൻപിൽ ജീവിക്കുമെന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ജീവിതത്തിൽ അന്ന് വരെ കരയാതിരുന്ന ഞാൻ അന്ന് കരഞ്ഞു. ദൈവവചനം കേട്ടതായ ഞാൻ അന്ന് വരെ ഉള്ളതായ എൻ്റെ ജീവിതം എത്ര ദുഷിച്ചതാണെന്ന് മനസ്സിലാക്കി. ആ ജീവിതത്തെ ഞാൻ വെറുത്തിട്ട് പൂർണ്ണമായി ഞാൻ മാറുകയും ദൈവത്തെ അനുസരിച്ചിട്ട് എന്നെ തന്നെ ദൈവത്തിനായി സമർപ്പിച്ചു. ദൈവം എന്നെ മാറ്റിയെടുത്തതിന് ശേഷം ആദ്യം തന്നെ എൻ്റെ വേഷവിധാനങ്ങളെല്ലാം മാറ്റി. അന്നു മുതൽ കാൽവരി ടെമ്പിളിൽ മുടങ്ങാതെ വരുന്നു. ദൈവത്തോട് കൂടുതൽ അടുത്ത് വളരെ സന്തോഷമായി ജീവിക്കുന്നു. എന്നിലെ അത്ഭുതകരമായ മാറ്റം കണ്ടിട്ട് എൻ്റെ സ്നേഹിതർ, എന്നെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഒരുപാട് അതിശയിച്ചു. ഒരു കാലത്ത് ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ജീവിച്ച ഞാൻ ഈ ദിവസം എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിച്ച് കാൽവരി ടെമ്പിളിൽ തന്നെ ദൈവവേല ചെയ്യുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ജീവിതമെന്നാൽ എന്താണെന്നറിയാതെ തോന്നിയതുപോലെ ജീവിച്ച എനിക്ക് ദൈവവചനം പറഞ്ഞു തന്ന ദൈവത്തിൻ്റെ മാർഗത്തിൽ നടത്തിയതായ സതീഷ് കുമാർ പാസ്റ്ററിന് എൻ്റെ സ്നേഹവന്ദനങ്ങൾ. എൻ്റെ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. ഒരു കാലത്തൊരു ഗുണ്ടയായിരുന്നു, ഒരു ഗ്യാങ്സ്റ്റർ, ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചവൻ, ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ചവൻ. ഇങ്ങനെയുള്ളവനെ ആർക്കും നന്നാക്കാൻ കഴിയും? നമ്മുടെ മധ്യയിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിച്ചു. ഒരു ഗുണ്ടയെപ്പോലെ പ്രവർത്തിച്ചിരുന്നു. ഒരു ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് ജീവിച്ചിരുന്നു. ചീത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ജീവിച്ചവളാണ്. അവരോടൊപ്പം ചേർന്ന് ദുഷ്കാര്യങ്ങൾ ചെയ്ത് വഴിതെറ്റി ജീവിച്ചവളാണ്. അങ്ങനെയുള്ളവനെ ദൈവം നേരെയാക്കുമോ? ഇങ്ങനെ നീ ചോദിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരം യെസ് എന്നാണ്. ആ സഹോദരനെ എങ്ങനെയാണോ ദൈവം പുതുക്കിയെടുത്തത്, പുതിയൊരു ജീവിതം അവന് കൊടുത്തത്, നിന്നെയും അതുപോലെ തന്നെ വിശുദ്ധനാക്കി മാറ്റുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. മുൻകാലത്തിൻ്റെ യാതൊരു കറകളും നിന്റെ ജീവിതത്തിൽ വരാതെ നിന്നെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റി നിന്റെ ചുറ്റുപാടുമുള്ളവരെ അതിശയിപ്പിക്കുവാനും അവർക്ക് നിന്നെ ഒരു മാതൃകയാക്കി മാറ്റുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആരെങ്കിലുമുണ്ടോ ഈ പുതിയ സംവത്സരത്തിൽ പുതുക്കം പ്രാപിച്ച വ്യക്തിയായിട്ട് ദൈവം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു പദ്ധതി? എന്താണത്? പദ്ധതി. യോശുവയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടായിരുന്നു. ഈ സഹോദരനെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതെന്താണ്? തനിക്ക് വേണ്ടി താൻ ജീവിച്ചു വന്നപ്പോൾ, ഇഷ്ടാനുസരണം പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന് ഉണ്ടായിരുന്ന പദ്ധതി എന്താണ്? മകനേ, നീ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതല്ല എൻ്റെ പദ്ധതി. നീ എൻ്റെ ഇഷ്ടപ്രകാരം
ജീവിക്കണം. എനിക്ക് കൊള്ളാവുന്നവനായി ജീവിക്കണം. അതാണ് എൻ്റെ പദ്ധതി. ആ പദ്ധതി അവൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാനായി ചില സഹോദരിമാരെ ദൈവം ഉപയോഗിച്ചു. ജോലി ചെയ്യുന്ന ഇടത്ത് നീ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്ന ഒരു ഉപകരണമായി മാറണം. എവിടെയാണോ നീ താമസിക്കുന്നത്, നീ എവിടെയാണോ ജോലി ചെയ്യുന്നത്, അവിടെ കർത്താവിൻ്റെ ഒരു വിശ്വസ്ത സാക്ഷിയായിട്ട് നീ ജീവിക്കണം. ഞാൻ ഇനി പിന്തിരിഞ്ഞു നോക്കുകയില്ല, മുൻപോട്ട് തന്നെ നോക്കി കർത്താവ് വച്ചിരിക്കുന്നതായ പദ്ധതിക്കനുസരിച്ച് മുൻപോട്ട് തന്നെ ഓടും എന്ന് തീരുമാനമെടുക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, പണ്ടുള്ളവയെ മറന്നുപോകാൻ പറയുന്നു, ലക്ഷ്യത്തോടെ മുൻപോട്ട് പോകുവാൻ പറയുന്നു. ശ്രേഷ്ഠമായ സന്ദേശത്തിൽ കൂടി ഞങ്ങളോട് നീ സംസാരിച്ചുവല്ലോ. ഞങ്ങളെക്കുറിച്ച് നിനക്ക് ഉന്നതമായ പദ്ധതികൾ ഉണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തെ ജയകരമായി നടത്തുവാൻ പോകുന്നു, മാറ്റിയെടുക്കാൻ പോകുന്നു. എവിടെയാണോ ഞങ്ങൾ തോറ്റുപോയത്, എവിടെയാണോ ഞങ്ങൾ വീണുപോയത്, അവിടെ തന്നെ ഞങ്ങൾക്ക് നീ വിജയം നൽകാമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളുടെ മുൻപിൽ തോറ്റ് ഓടിക്കാൻ പോകുന്നു. അവരെ തുടച്ചു നീക്കുവാൻ പോവുകയാണല്ലോ. അവരെ നീ നശിപ്പിക്കുവാൻ പോകുന്നുവല്ലോ. ഞങ്ങൾക്ക് വിജയം നൽകാൻ പോകുന്നുവല്ലോ. കർത്താവെ, നിന്റെ നാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സമയം അങ്ങയുടെ സന്നിധിയിൽ വന്ന് കർത്താവെ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്നതായ സകല വ്യക്തികളും ഈ ദിവസം മുതൽ അവരുടെ ജീവിതത്തിലെ കുറവുകളെന്താണ്, തെറ്റുകളെന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അവയെല്ലാം ജയിച്ചുകൊണ്ട് വ്യക്തിപരമായി, ആത്മീയമായി, ആരോഗ്യപരമായി വിജയത്തെ നേടിയെടുത്തുകൊണ്ട് ജയകരമായി മുൻപോട്ട് പോകുവാൻ അവരെ സഹായിക്കണമേ. നിന്റെ സാക്ഷികളായി അനേകരെ നിന്റെ അടുക്കിലേക്ക് നടത്തുന്ന നക്ഷത്രങ്ങളായി സുവിശേഷത്തെ അറിയിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address: Calvary, Post Box number 30, Kukatpalli, Hyderabad 72.